Hi friends, how are you all? And I hope you are all good and happy. അങ്ങനെയല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇഫ് യു ഹാവ് എനി പ്രീ ഓക്യുപ്പേഷൻ ഇൻ യുവർ മൈൻഡ്, ജസ്റ്റ് ലീവ് യുവർ സെൽഫ് അലോൺ, ബി ഹാപ്പി. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ വറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചോ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടുഡേ വി ഹാവ് ടേക്കൺ ആൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണെന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ലോട്ട്. ഇൻ യുവർ സ്പോക്കൺ ഇംഗ്ലീഷ്. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ലേണിംഗ് പ്രോസസ്സിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തേത്. നമ്മുടെ ബോഡി പാർട്സിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ആ അസുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് ഇന്ന അസുഖമുണ്ട് എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ യു ആർ റെഡി? ഇവിടെ പഠിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നം ഞാൻ പറയാം. നിങ്ങൾക്കെല്ലാവർക്കും, ഒട്ടുമിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കാം, ഹെഡ്, ഹാൻഡ്, ലെഗ്സ്, സ്റ്റൊമക്ക്, അങ്ങനെ കുറച്ചൊക്കെ ബോഡി പാർട്സുകൾ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇതൊരു സെൻറ്റൻസ് ആയിട്ട് എനിക്ക് തലവേദനയാണ്, ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആയിട്ട് ഇംഗ്ലീഷിൽ പറയാനാണ് ബുദ്ധിമുട്ട്. കുറച്ച് വേർഡ്സുകൾ നിങ്ങൾക്കറിയാം, അതെങ്ങനെ കൂട്ടിച്ചേർക്കണം, ഇതാണ് നമ്മളിവിടെ പഠിക്കാനും പോകുന്നത്. So let's start with the body parts. You repeat after me. Head, tala. Hair, mudi. Eye, kannu. Ear, chevi. Nose, മൂക്ക്. Mouth, വായ. Teeth, പല്ല്. Neck, കഴുത്ത്. Shoulder, തോൾ. ആം, കൈ. ഹാൻഡ്, കൈപ്പത്തി. ഫിംഗേഴ്സ്, വിരലുകൾ. ചെസ്റ്റ്, നെഞ്ച്. സ്റ്റൊമക്ക്, വയറ്. ബാക്ക്, പിൻഭാഗം. ലെഗ്, കാല്. നീ, മുട്ട്. ഫൂട്ട്, കാൽപാദം. ടോസ്, കാലിലെ വിരൽ. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ബോഡി പാർട്സിൽ ഒരുവിധം ബോഡി പാർട്സുകളുടെ പേരുകളും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കാം. പക്ഷെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാനായിട്ട് അറിയില്ല. സോ വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു ടോക്ക് അബൌട്ട് സിക്നെസ്. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഐ എം സഫറിങ് ഫ്രം, use these natural patterns. I have, my hurts, I feel, I'm having. I am suffering from പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. എനിക്ക് ഇന്ന വേദനയിൽ നിന്ന്, മീൻസ് ആ ഒരു വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഐ എം സഫറിങ് ഫ്രം ആ ഒരു സെൻറ്റൻസ് നമുക്ക് ഒഴിവാക്കാം. നാച്ചുറലായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഐ ഹാവ്, എനിക്ക് ഇന്ന വേദന ഉണ്ട്, ഐ ഹാവ്. പിന്നെ മൈ ഡാഷ് ഹേർട്സ്, ലെഗോ, ഹാൻഡോ, ഹെഡോ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. നമ്മുടെ ബോഡി പാർട്ട് അവിടെ എഴുതണം. ഏത് ബോഡി പാർട്ടാണ് വേദന എടുക്കുന്നത് ആ ഭാഗം അവിടെ എഴുതിയാൽ മതി. പിന്നെ ഐ ഫീൽ, അതുപോലെ ഐ എം ഹാവിങ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഈ സെൻറ്റൻസസുകളായിരിക്കും, അല്ലെങ്കിൽ ഈ പദങ്ങളായിരിക്കും നമ്മൾ ഇനി വരുന്ന എനിക്ക് ഇങ്ങനെ ഒരു സിക്നെസ് ഉണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് പാറ്റേൺ നോക്കാം. ഐ ഹാവ് എ ഹെഡേക്ക്. I have a fever. I have a cold. I have a cough. I have
എ സ്റ്റൊമക്ക് ഏക്ക്. ഇവിടെ ഐ ഹാവ് എന്ന് പറയുന്നത് എനിക്കുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് നമ്മുടെ അസുഖം അത് നമ്മളൊന്ന് പറഞ്ഞാൽ മതി, എക്സ്പ്രസ് ചെയ്താൽ മതി. ഐ ഹാവ് എ എന്താണ് അസുഖം അതൊന്ന് പറയാം. ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ തലവേദന, ഫീവർ പനി, കോൾഡ് ജലദോഷം, കോഫ് ചുമ, സ്റ്റൊമക്ക് ഏക്ക് വയറുവേദന. പാറ്റേൺ 2, മൈ നമ്മുടെ ബോഡി പാർട്ട് എഴുതുക, എന്നിട്ട് ഹേർട്ട്. ഓക്കെ, ഇതാണ് അടുത്തൊരു പാറ്റേൺ. മൈ ഹെഡ് ഹേർട്സ്, മൈ സ്റ്റൊമക്ക് ഹേർട്സ്, മൈ ബാക്ക് ഹേർട്സ്, മൈ ലെഗ് ഹേർട്സ്, മൈ ത്രോട്ട് ഹേർട്സ്. അപ്പം ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പഠിക്കുക? മൈ എന്ന് എഴുതുക, പിന്നെ നമ്മുടെ ബോഡി പാർട്ട് ഏതാണോ വേദന എടുക്കുന്നത് അതെഴുതുന്നു, പിന്നെ ഹേർട്സ് എന്ന് പറഞ്ഞാൽ വേദന. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫോർമാറ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ എന്താ നിങ്ങൾക്ക് അറിയാത്തത് എന്തെങ്കിലുമായിട്ടുണ്ടോ? ഹെഡ് എന്ന് പറഞ്ഞാൽ തല, സ്റ്റൊമക്ക് വയർ, ബാക്ക് പിൻഭാഗം, ലെഗ് തല, ത്രോട്ട് എന്ന് പറഞ്ഞാൽ കഴുത്ത് അല്ലെങ്കിൽ തൊണ്ട എന്നാണ് ശരി, തൊണ്ടവേദന പറയില്ലേ. പാറ്റേൺ 3, ഐ ഫീൽ. ഇനി നമുക്ക് വേറെ ഒരു പാറ്റേൺ കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഐ ഫീൽ സിക്ക്, ഐ ഫീൽ ടയേർഡ്, ഐ ഫീൽ ഡിസി, ഐ ഫീൽ വീക്ക്. നമുക്ക് അസുഖങ്ങൾ ഇങ്ങനെ വരുന്നു എന്നുവെച്ചാൽ ഇന്ന അസുഖം എന്നില്ല. നമുക്കിപ്പോൾ ഐ ഫീൽ, നമ്മുടെ ഫീലിങ്സാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. രോഗം വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ രോഗം വരുമ്പോൾ തന്നെ നമുക്കൊരു ടയേർഡ്നെസ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഐ ഫീൽ സിക്ക്, എനിക്കെന്തോ വയ്യാത്ത പോലെ തോന്നുന്നു എന്ന് പറയില്ലേ. ഐ ഫീൽ ടയേർഡ്, എനിക്ക് ക്ഷീണം തോന്നുന്നു. ഐ ഫീൽ ഡിസി എന്ന് പറയുന്നത് തല കറങ്ങുന്നു. അതുപോലെ വീക്ക് എന്ന് പറഞ്ഞാൽ തളർച്ച തന്നെയാണ്. പാറ്റേൺ 4, ഐ എം ഹാവിങ് എ ഫീവർ, ഐ എം ഹാവിങ് ബോഡി പെയിൻ, ഐ എം ഹാവിങ് എ സോർ ത്രോട്ട്. ഇതിൽ നിങ്ങൾക്ക് അറിയാൻ വിഷമം ലാസ്റ്റത്തെയാണ്, സോർ ത്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടവേദന എന്ന് പറയുന്നത് തന്നെയാണ്. നൗ ദർ ഇസ് എ സ്മോൾ കോൺവെർസേഷൻ, യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ട്, നിങ്ങൾ തന്നെ അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ വായിച്ചു തരാം, അതിനുശേഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അതെങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതികൾ പഠിക്കുക. ഓക്കെ. വാട്ട് ഹാപ്പൻഡ്? ഐ ഹാവ് എ ഹെഡ് ഏക്ക്. സിൻസ് വെൻ? Since morning. Are you okay? No, I feel tired. What's the problem? My stomach hurts. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ വരുത്താറുള്ള കോമൺ മിസ്റ്റേക്സ് ആണ് വൈൽ ടോക്കിംഗ്. ഐ എം സഫറിങ് ഫ്രം ഹെഡ് പെയിൻ. തെറ്റാണ്, അങ്ങനെയല്ല പറയേണ്ടത്. ഐ ഹാവ് എ ഹെഡ് ഏക്ക്. ഐ ഹാവ് പെയിൻ ഇൻ ഹെഡ്. എനിക്ക് തലവേദന എടുക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല അത് പറയേണ്ടത്. ശരിയായിട്ടുള്ള രീതി ഐ ഹാവ് പെയിൻ ഇൻ മൈ ഹെഡ്. ഓക്കെ. മൈ ഹെഡ് പെയിനിങ്, എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് വേറൊരു രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ തട്ടിക്കൂട്ടി പറയാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെയല്ല, മൈ ഹെഡ് ഹേർട്സ്, അതാണ് ശരി. അപ്പോൾ ഇത്രയും നേരം പഠിച്ച ഈ സെൻറ്റൻസസും ഇനിയിപ്പോൾ ഞാൻ പറയുന്ന സെൻറ്റൻസുകളും ലൗഡ്ലി വായിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഐ ഹാവ് എ ഫീവർ. മൈ ബാക്ക് ഹേർട്സ്. ഐ ഫീൽ വീക്ക്. ഐ ഹാവ് എ കോൾഡ്. മൈ നീ ഹേർട്സ്. നീ എന്ന് പറയുന്നത് മുട്ടാണ്. സോ ടുഡേ വി ലേൺഡ്
body parts in English, how to talk about sickness, real life sentences. If you found this helpful, please like, comment, share with your friends, and don't forget to subscribe for more spoken English lessons. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.